ഹലോ മച്ചാമാരെല്ലാം മച്ചാമാർക്കും പുതിയൊരുടിലേക്ക് സ്വാഗതം. അപ്പോൾ മച്ചാമാരെ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇന്ന് നമ്മുടെ ബ്രദേഴ്സിൻ്റെ കാലകേനും കൊണ്ട് നമുക്ക് ഇന്നൊരു ട്രിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ കുറേ കാലത്തിന് ശേഷമാണ് ബസ് സിമുലേറ്ററിൻ്റെ ഒരു വീഡിയോ കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ വന്നത്. അപ്പോൾ ഈ ഒരു ലിവറിയെങ്കിലും കുറേ തെറ്റും ഇതൊക്കെ ഉണ്ടാവും. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ഷമിക്കാം. ഞാനിപ്പോൾ 3 ബസ് ഇതിനകത്ത് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. 3 ബസ്സും ഞാൻ പെട്ടെന്ന് ഒരു മണിക്കൂർ കൊണ്ട് എഡിറ്റ് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മുടെ ബ്രദേഴ്സിൻ്റെ കാലകേൻ എന്ന് പറഞ്ഞ പുത്തൻ വണ്ടിയാണ്. സഡസ്ത്ര നമ്മുടെ വരാപ്പുഴ ടീമിൻ്റെ വണ്ടിയാണത്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വീഡിയോക്ക് വേണ്ടി എടുത്തുന്നുള്ളൂ. ആരും പെർമിഷനൊന്നും വാങ്ങിച്ചില്ല. എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്ന് എനിക്കറിയില്ല. അപ്പോൾ നമുക്ക് എന്തായാലും നമുക്ക് ഈ ട്രിപ്പും കാര്യങ്ങളൊന്നും നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മുടെ ചേറുവിൻ്റെ വീട്ടിൽ ചെന്ന് നമുക്ക് ചേറുവിനെ എടുക്കണം. നമ്മൾ ഇപ്പോൾ ഇവിടെ നിന്ന് സിംഗിളായിട്ടാണ് പോണത്. അപ്പോൾ ഇവിടെ നിന്ന് ഇച്ചിരിക്കോളം ഉള്ളൂ നമ്മുടെ ചേറുവിൻ്റെ വീട്ടിലേക്ക്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടെ നിന്ന് നമ്മുടെ ചേറുവിൻ്റെ വീട്ടിലേക്ക് എത്താം. പിന്നെ ലൈക്ക് ചെയ്യാത്ത മച്ചന്മാർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യാത്ത മച്ചന്മാർ ഷെയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു 3 ബസ്സിൽ ഏത് ബസ്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടതെന്നുള്ളത് ജസ്റ്റ് കമൻറ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ 3 വണ്ടി അത്യാവശ്യം നല്ലതാണ്, ഹെവി വർക്കും കാര്യങ്ങളും എടുത്തേക്കുന്ന വണ്ടികൾ തന്നെയാണ്. അപ്പോൾ നമുക്ക് രാവിലത്തെ ട്രിപ്പാണ്, നൈറ്റ് ട്രിപ്പൊന്നുമല്ല. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അത് പ്രത്യേകിച്ച് ഇതിൻ്റെ അകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ട്രിപ്പാണ്. ഒരു എന്തെന്ന് പറയണേ, ഒരു ഫ്ലാറ്റിൽ നിന്നുള്ള ട്രിപ്പാണിത്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ അകത്ത് കുറച്ച് പയ്യന്മാരൊക്കെ ഉണ്ടാവും പ്രതീക്ഷിക്കണം. അപ്പോൾ എന്തായാലും നമുക്ക് വലിയ രീതിയിൽ നമ്മൾ അലമ്പൊന്നും ആക്കണില്ല. ഇങ്ങനെ വോക്കലും നമ്മളിങ്ങനെ മത്സരിച്ച് ഓടാനുള്ള ഇതല്ല, നമ്മൾ വെച്ചാൽ ഫ്രണ്ട്ലി ആയിട്ട് ഓടുന്ന ട്രിപ്പാണ്. അപ്പോൾ നമുക്ക് ഇത് നമ്മുടെ ഒരു BS6 വണ്ടിയാണ്, ബാക്കി 2 BS3 വണ്ടികളാണ്. അപ്പോൾ ആ 2 നല്ല വർക്കെടുത്തേക്കുന്ന വണ്ടിയാണ്. എന്നാലും അങ്ങനെയൊക്കെ തന്നെ നമ്മുടെ ഒരു ഫ്രണ്ട്ഷിപ്പിൻ്റെ രീതിയിലുള്ള ഓർഡറാണ്. വലിയ രീതിയിലുള്ള അങ്ങനെ വണ്ടി പ്രാന്തുള്ള പയ്യന്മാരില്ലെന്നാണ് അറിയാൻ കഴിഞ്ഞേക്കണത്. അപ്പോൾ നമുക്കിനി എന്തായാലും ചേറുവിൻ്റെ വീട് എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ ചാമാരെ ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ചേറുവിൻ്റെ വീടിൻ്റെ ഫ്രണ്ടിലും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ ചേറു വന്ന് വണ്ടിയിലൊക്കെ കയറിയിട്ടുണ്ട്. അപ്പോൾ ആൾ നമ്മളൊരിത്തിരി വലിപ്പിച്ച് കുറച്ച് നേരം നമുക്കിവിടെ പോസ്റ്റൊക്കെ തന്ന്, എന്നാലും നമ്മൾ അവൻ പറഞ്ഞ സമയത്ത് തന്നെ വന്നിട്ടുണ്ട്. പിന്നത്തെ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ 2 വണ്ടിയോളം അങ്ങോട്ട് വന്നോളാന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ അവർക്കെന്തോ ബ്ലോക്കും കാര്യങ്ങളൊക്കെ കിട്ടിയെന്നാണ് പറഞ്ഞത്. അപ്പോൾ നമുക്ക് ഈ വണ്ടി നമ്മുടെ പ്രദേശത്തിൻ്റെ ഷെഡിൻ്റെ അടുത്ത് നിന്ന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു സംഭവം, അതായത് ഈ ഒരു ഫ്ലാറ്റ്. അപ്പോൾ ഈ ഒരു ഫ്ലാറ്റിൽ നിന്നാണ് നമുക്ക് പിക്കപ്പും കാര്യങ്ങളും. അപ്പോൾ നമ്മുടെ ഇതിൻ്റെ അവിടെ നിന്ന് കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് നമ്മുടെ കിങ് ബുള്ളിൻ്റെയും ബാങ്ക് റോസിൻ്റെയും കുറച്ച് ദൂരവും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ സൈഡ് തട്ടു സ്ഥലത്തേക്ക്. അപ്പോൾ അവരെന്തായാലും വന്നുകൊണ്ടിരിക്കണമെന്നാണ് പറഞ്ഞത്. അവർ രണ്ടുപേരും ഒന്നിച്ചാണ് വന്നതെന്നാണ് പറഞ്ഞത്. അപ്പോൾ അവർ രണ്ടുപേരും അങ്ങോട്ട് എത്തും. അപ്പോൾ നമുക്കാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഡീസലും കാര്യങ്ങളൊന്നും അടിക്കേണ്ട കാര്യമില്ല, നമുക്ക് നേരെ അങ്ങോട്ട് പോയാൽ മാത്രം മതി. അപ്പോൾ ചേറുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. ചേറുവിൻ്റെ എന്തെങ്കിലും പറയണ്ടെന്ന് ചേറുവിൻ്റെ അടുത്ത് ചോദിക്കാം. എനിക്കൊന്നും പറയാനില്ല, നിങ്ങളുടെ വ്ളോഗൊക്കെ ഇങ്ങനെ പോകണം. നിങ്ങൾ കുറേ നാളായില്ല വ്ളോഗൊക്കെ ഇട്ടിട്ട് അടിച്ചു കയറുകയാണ്. ഇപ്പോൾ പിള്ളേരൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട്, എന്തായി വ്ളോഗൊന്നും വന്നില്ലല്ലോ എന്താണ് കുറേ നാളായില്ല കണ്ടിട്ട്. ഇപ്പൊ എടുക്കണ വ്ളോഗ് ഒരിക്കലും വരാത്തൊരു വ്ളോഗല്ലേ. നീ നോക്കിക്കോ മോനെ, ഈ വ്ളോഗ് വന്നിരിക്കും. കണ്ടറിയാം ഈയൊരാ വണ്ടി കണ്ടാനേ ഇപ്പൊ വ്ളോഗും ഉണ്ടാവൂലായിരുന്നു, വണ്ടിയും ഉണ്ടാവൂലായിരുന്നു. പുത്തൻ വണ്ടിയാണ്, ആ ചേട്ടൻ പിടിച്ച് വരയ്ക്കും. എൻ്റെ പൊന്നു മോനെ, നമ്മൾ ഇത് നിന്ന് കാണാൻ തുടങ്ങിയ പരിപാടിയൊന്നുമല്ല. അതേ സ്ഥലം എത്തി. നമുക്ക് ഇവിടെ നിന്നാണ് നമ്മളെ പിക്കപ്പും കാര്യങ്ങളും ഗൈസ്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്ന് ഇതാണെന്ന് തോന്നുന്നുണ്ട് നമ്മുടെ ഫ്ലാറ്റ്. ഇതല്ലടാ ചെറു, ഇതാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ. അല്ലല്ല, ഇത് മറ്റേ സാധനം. അയ്യോ, കയറ്റുകയും ചെയ്തില്ല. ഇതൊരു മാർജിൻ ഫ്രീ ആണ്. ആ ഫ്രണ്ടിൽ കാണണേണ് നമ്മുടെ ഇത് പിക്കപ്പ് പറഞ്ഞേക്കണ. ഇതല്ല, അതൊരു മാർജിൻ ഫ്രീ അങ്ങനത്തെ എന്തോ സംഭവമാണ്. എന്തായാലും വണ്ടി തരാൻ കറ്റത്തേക്ക് കയറ്റിട്ടു, അവിടെയാണ് പാർക്കിങ്. അതൊക്കെ അറിയാട്ടോ, പഠിപ്പിക്കാൻ പറ്റില്ല, അതൊക്കെ നമുക്കറിയാം. അപ്പോൾ കാര്യം നമ്മളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കാലകേനെ ഇവിടെ കൊണ്ടുവന്ന് പാരകൾ പാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് നമ്മുടെ 3 വണ്ടി കൂടി വന്നതിന് ശേഷം നമുക്ക് കാണാം. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു വണ്ടിയും കാര്യമായിട്ട് ഇവിടെ കൊണ്ടുവന്ന് പാർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി എന്തായാലും നമുക്ക് 3 വണ്ടിയും ഒന്നിച്ചുള്ള വീഡിയോ കാണാം. അപ്പോൾ കാര്യം 3 കൊമ്പന്മാരെ നമ്മളിവിടെ നിരത്തിയിട്ടിട്ടുണ്ട്. 3 വണ്ടിയും കൂടി ഇവിടെ വന്നിട്ടുണ്ട്. നമ്മുടെ ബാങ്ക് റോസും കിങ് ബുള്ളും നമ്മുടെ ബ്രദേഴ്സും ഒക്കെ കൂടി ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും കുറച്ച് നേരം കഴിയുമ്പോൾ നമുക്ക് ഇവിടെ നിന്ന് എന്തായാലും പയ്യനെ ഇവിടെ നിന്ന് പോകണം. നമ്മുടെ പാർട്ടിയും കാര്യങ്ങളൊക്കെ വന്നു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അവിടെ എല്ലാവരും കൂടി അവർ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്കിനി ഇവിടെ പ്രത്യേകിച്ച് ലഗേജും കാര്യങ്ങളൊന്നും കൊണ്ടുപോകാനില്ല. ഇവിടെ തൊട്ടടുത്ത് തന്നെയാണ് കല്യാണവും കാര്യങ്ങളും. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് കിങ് ബുള്ളും കാര്യങ്ങളും എടുത്തിട്ട് പോകാം. അപ്പോൾ ബ്രദേഴ്സ് നമ്മുടെ കിങ് ബുള്ളിലെ പുള്ളിക്ക് വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പുള്ളിക്ക് വണ്ടി കൊടുത്തിട്ട് നമുക്ക് വണ്ടി സ്വിച്ച് ചെയ്ത് ഓടിക്കുക. അപ്പോൾ നമുക്കിനി എന്തായാലും കിങ് ബുള്ളിലേക്ക് മാറാം. അപ്പോൾ കഴിച്ച് ഈ ഒരു ഓട്ടോവും കാര്യങ്ങൾ AC ഓട്ടോവും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കിങ് ബുള്ളാണെന്നുണ്ടെങ്കിൽ BS3 വണ്ടിയാണ്, അതുകൊണ്ട് നല്ല രസമാണ് ഓടിക്കാനായിട്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പയ്യനെ പോവാം. AC ഓട്ടോവും കാര്യങ്ങളാണ്. നമ്മുടെ 3 വണ്ടി AC വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് വേറെ കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ AC ട്രിപ്പാണിത്. കൂടെ അടുത്ത് തന്നെയാണ് കല്യാണം, എന്നാലും AC ട്രിപ്പാണ് അവർ പറഞ്ഞേക്കണം. അപ്പോൾ നമുക്ക് എന്തായാലും ആ ഒരു AC ട്രിപ്പും കാര്യങ്ങളും എടുത്ത് കൊടുക്കണം. അപ്പോൾ നമ്മുടെ ചേരുവാണെന്നുണ്ടെങ്കിൽ ആ വണ്ടിയിൽ കയറി പോയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കിങ് ബുള്ളുണ്ടായ കണ്ണൻ എന്ന് പറഞ്ഞ മച്ചാനാണ് ഇപ്പോൾ ഈ ഒരു വണ്ടിക്കകത്തുള്ളത്. യെസ് ഐ ആം നോക്കിയെടുക്കണേ സൈഡ്. അപ്പോൾ കേസ് നമുക്ക് എന്തായാലും ഇവിടുന്ന് പയ്യനെ പോകാം. ഞാൻ നോക്കിയും കാര്യങ്ങൾ അവിടെ നിന്ന് വണ്ടി എടുത്തിട്ടുണ്ട്. നമുക്ക് എന്തായാലും ഇനി ഇവിടുന്ന് നമുക്ക് ഒരു 1/4 മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അങ്ങാട് കുറച്ചുള്ളൂ,
അരമുക്കാൽ മണിക്കൂറത്തെ യാത്ര ഉണ്ട്. അപ്പോൾ എന്തായാലും നമുക്ക് വണ്ടിയും കാര്യം ഡീസലും കാര്യങ്ങളൊക്കെ ഒന്ന് അടിക്കണം. അപ്പോൾ നമുക്കിനി എന്തായാലും പമ്പ് എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ കഴിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ പമ്പും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും ഇവിടുന്ന് ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളും അടിക്കും. ഇനി കുറച്ചും കൂടി അടിച്ചാൽ മതി. എന്തായാലും നമുക്ക് ഫുള്ളായിട്ട് ഇടാൻ പറഞ്ഞ് പൈസയൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും ഫുൾ ടാങ്ക് ഡീസലും കാര്യങ്ങളും അടിച്ച് വെച്ചേക്കാം. എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പൈസ തന്നിട്ടുണ്ടായി നമ്മുടെ കിങ് ബുള്ള മച്ചാൻ. അപ്പോൾ നമുക്കിനി അജയ് എന്ന് പറഞ്ഞ മച്ചാനാണ് നമുക്ക് ഈ ഒരു വണ്ടിക്കകത്ത് വന്നേക്കണത്. അപ്പോൾ ആ പുള്ളിയാണെന്നുണ്ടെങ്കിൽ പൈസയും കാര്യങ്ങളൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കണ്ണൻ എന്ന് പറഞ്ഞ മച്ചാൻ ആളൊരു സൈലൻ്റാണ്. നമുക്ക് എന്തായാലും ഇവിടുന്ന് പയ്യനെ പോവാൻ നമുക്ക്. ആളൊരു ഇൻട്രോവേർട്ടാണ് ആൾ. നമ്മുടെ ചെറുവിനെ പോലെയല്ല, ആളൊരു ഇൻട്രോവേർട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ ഇവിടുന്ന് പയ്യനെ തെറിച്ചിട്ട് നമുക്ക് നമ്മുടെ കല്യാണ സ്ഥലത്തേക്ക് എത്തുക. കല്യാണ സ്ഥലത്തേക്ക് എത്തിയതിന് ശേഷം കാണാം. വീഡിയോയുടെ ലെങ്ത് കൂടി പോകും. അതുകൊണ്ടാണ് ഞാനിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വെച്ച് ഇങ്ങനെ ഇതാക്കി വന്നത്. പിന്നെ എനിക്ക് അതായത് നമ്മുടെ വീഡിയോ ഓവറാക്കി വീഡിയോ വന്നു കഴിഞ്ഞാൽ കാണാനായിട്ട് ആളുണ്ടാവില്ല. ഫുള്ളായിട്ട് എന്തായാലും വാച്ചിങ് കയറില്ല. അതുകൊണ്ട് നമ്മുടെ പൊന്നുണ്ണി തമ്പുരാനെയും കൊണ്ട് നമ്മൾ പയ്യനെ ഇവിടുന്ന് പോണേണ്. അപ്പോൾ നമുക്കിനി എന്തായാലും കല്യാണ സ്ഥലത്ത് എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ കൈസ് നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ എത്താറും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. നമുക്കിനി കുറച്ചും കൂടി ദൂരം നമുക്ക് അവിടെ പോയാൽ മാത്രം മതി. അപ്പോൾ നമ്മുടെ ഇതാണ് നമ്മുടെ സ്ഥലം കാര്യങ്ങൾ. അപ്പോൾ നമുക്ക് പയ്യനെ അങ്ങോട്ട് കയറ്റി വളച്ചിടാം. അയ്യോ ഇങ്ങോട്ട് കയറ്റി വളച്ചിട്ട് തിരിച്ചെടുക്കൽ തിരിച്ച് ഓരികളോ അടി തട്ടാൻ ചാൻസ് ഉണ്ട്. നമുക്ക് എന്തായാലും റിവേഴ്സും കാര്യങ്ങളും വെച്ചിട്ട് നമുക്ക് ഇവിടെ ഈ സൈഡിൽ നിന്ന് ഇറക്കി വിടാം. എന്താ വെച്ചാൽ നമ്മൾ അവിടെ നിന്ന് എടുക്കൽ ഇത്തിരി റിസ്ക് പിടിച്ച പരിപാടിയാണ്. അതായത് നമ്മുടെ ഫ്രണ്ട് തട്ടാങ്ങനെയും കാര്യങ്ങളും ചാൻസ് ഉണ്ട്. അവിടെ ഇത്തിരി കുഴിഞ്ഞ കണക്കാണ് ഇരിക്കുന്നത്. അപ്പോൾ നമ്മുടെ കയ്യിൽ കട്ടയും കാര്യങ്ങളൊന്നുമില്ല. അതായത് നമ്മുടെ തടി ചെറിയ തടി കഷ്ണമൊന്നും നമ്മുടെ കയ്യിലില്ല. അപ്പോൾ എങ്ങാനും വണ്ടി താണു കഴിഞ്ഞാൽ പിന്നെ കിങ് ബുള്ളിൻ്റെ മറ്റേ ബാങ്ക് ബ്രോസിൻ്റെ ഉണ്ടാവും, എന്നാലും നമ്മുടെ കയ്യിലില്ല. അതുകൊണ്ട് നമ്മൾ വെറുതെ റിസ്ക് എടുക്കണമെങ്കിൽ നമുക്ക് എന്തായാലും ഇവിടെ കാര്യങ്ങൾ ആൾക്കാരെ ഇറക്കി വിടാം. എന്തായാലും ആൾക്കാരെ ഇറക്കി വിട്ട് നമുക്കിനി പാർക്കിംഗ് എവിടെയാണ് നോക്കിയിട്ട് വരാം. അപ്പോൾ അത് സവരും കാര്യങ്ങൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും പയ്യനെ ഇവിടുന്ന് നമുക്ക് പാർക്കിങ് കാര്യങ്ങൾ തപ്പി പോകണം. അപ്പോൾ നമ്മുടെ ഈ ഒരു ലെഫ്റ്റ് സൈഡിലായിട്ട് സ്ഥലമുണ്ട്. ആ സ്ഥലത്ത് കയറ്റാണ് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ കയറ്റി കഴിഞ്ഞ് ഞാൻ കൈ വിട്ടു എന്നാണ് പറഞ്ഞേക്കണത്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവിടെ എന്തോ ഈ ഒരു കല്യാണം നടക്കുന്ന വീടും അവരും തമ്മിൽ എന്തോ വിഷയം കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഈ ഒരു സൈഡിലെന്ന് പറഞ്ഞാൽ വീടുകളും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ നമ്മുടെ കിങ് ബുള്ള് നമുക്ക് എവിടെയെങ്കിലും ഒതുക്കണം. പിന്നെ നമുക്ക് ഈ ഒരു സൈഡിലായിട്ട് നമുക്ക് കിങ് ബുള്ള് ഒതുക്കാം. പക്ഷേ നമ്മുടെ ബാങ്ക് ബ്രോസൊക്കെ അവിടെ അറ്റത്താണ് കിടക്കുന്നത്. നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലും കാര്യങ്ങളും ഒതുക്കുക. അവർക്ക് അവിടെ എന്തോ ഒരു കമ്പനിക്കാരൻ്റെ സ്ഥലം കിട്ടിയെന്നാണ് പറഞ്ഞത്. നമുക്ക് എന്തായാലും ഈ ഒരു സൈഡിലേക്ക് നല്ല രീതിയിൽ ഒതുക്കിയതിന് ശേഷം കാണാം. അപ്പോൾ കൈസാണ് കറക്റ്റായിട്ട് ഇവിടെ കൊണ്ടുവന്ന് ഈ വരയുടെ അപ്പുറത്ത് തന്നെയായിട്ട് കറക്റ്റായിട്ട് ഒതുക്കിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ ബാങ്ക് ബ്രോസിൻ്റെ അടുത്തേക്ക് പോകാം. അപ്പോൾ നമ്മുടെ മച്ചാൻ അതിൻ്റെ അകത്തുണ്ട്. നമ്മുടെ ചേറു അതിൻ്റെ അകത്ത് ചേറു ഏത് വണ്ടിയിൽ കയറിപ്പോയെന്ന് ഓർക്കണില്ല. ചേറു ഏതൊരു വണ്ടിയിൽ കയറിപ്പോയിട്ടുണ്ട്. ചേറു ഞങ്ങൾ വരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി എന്തായാലും നമ്മുടെ ബാങ്ക് ബ്രോസിൻ്റെ അടുത്ത് എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ കഴിച്ച് ഞാൻ ഇവിടെ ബാങ്ക് ബ്രോസിൻ്റെ അടുത്തും കാര്യങ്ങൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവർ അപ്പുറത്ത് വാഷ്റൂം യൂസ് ചെയ്യാനായിട്ട് പോയിക്കണേണ്. അപ്പോൾ ചേറും പോയിട്ടുണ്ടെന്ന് പറഞ്ഞത്. നമ്മുടെ ബ്രദേഴ്സിൻ്റെ വണ്ടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടേക്കണമെന്ന് പറഞ്ഞു. കുറച്ചും കൂടി അപ്പുറത്താണ് പാർക്ക് ചെയ്തിട്ടേക്കണമെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു സ്ഥലം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ബാങ്ക് ബ്രോസ് ഓടിച്ചുകൊണ്ടിരിക്കുന്ന മച്ചാൻ്റെ ഒരു കമ്പനിക്കാരൻ്റെ സ്ഥലമാണെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ കയറ്റിട്ടോളെന്ന് വെച്ചപ്പോൾ കയറ്റിട്ടോളാൻ പറഞ്ഞു. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല കണക്ക് ഹെവി വർക്ക് എടുത്തേക്കണ വണ്ടിയാണ്. നമ്മുടെ 3 വണ്ടി നല്ല കണക്ക് ഹെവി വർക്ക് എടുത്തേക്കണ വണ്ടിയാണ്. ഈ വണ്ടിയുടെ ക്യാബിൻ വർക്കൊന്നും നിങ്ങൾ നോക്കണ്ട. പക്ഷേ അകത്തേക്ക് നല്ല രീതിയിലുള്ള സാധനങ്ങളും കാര്യങ്ങളും ഇരിക്കുന്നുണ്ട്. ചെറുതായിട്ട് വേണമെങ്കിൽ ഞാനിപ്പോൾ കാണിച്ചു തരാം. കണ്ടത് അവിടെ 2-3 ചെണ്ടയൊക്കെ ഇരിക്കണണ്ട. അത്യാവശ്യം സാധനങ്ങളും കാര്യങ്ങളും ഈ ഒരു വണ്ടിയിലുണ്ട്. വണ്ടി ചെറുതാണെന്ന് നോക്കണ്ട. എന്നാൽ വണ്ടി നല്ല രീതിയിൽ വർക്കും കാര്യങ്ങളൊക്കെ എടുത്തേക്കണ വണ്ടികളാണ്. പിന്നെ നമ്മുടെ കിങ് ബുള്ളിൻ്റെ അകത്തായാലും നല്ല രീതിയിൽ വർക്കുകളും കാര്യങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഓട്ടോ ഒക്കെ വിളിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി എന്തായാലും ഫുഡ് അടിക്കാനും കാര്യങ്ങളും അങ്ങോട്ട് പോവാം. അപ്പോൾ ഇനി എന്തായാലും അവർ വാഷ്റൂം യൂസ് ചെയ്ത് പറ്റേ നമുക്ക് എന്തായാലും ഇനി പോയി ഫുഡൊക്കെ അടിച്ചതിന് ശേഷം കാണാം. അപ്പോൾ കാര്യം നമ്മളാണെന്നുണ്ടെങ്കിൽ ഇവിടെ കല്യാണ സ്ഥലത്തും കാര്യങ്ങളും എത്തി നമ്മൾ ഫുഡും കാര്യങ്ങളൊക്കെ അടിച്ചേണ്ടത്. ഇതാണ് കല്യാണ ചെക്കനും പെണ്ണും കാര്യങ്ങളും. അപ്പോൾ അവരുടെ ഫാമിലി ഒക്കെ വണ്ടിക്കകത്ത് കയറിയിട്ടുണ്ട്. പിന്നെ അവരുടെ അച്ഛനും അമ്മയും അപ്പുറത്തേക്കൊക്കെ പോയിട്ടുണ്ട്. നമ്മൾ ഇവിടെ നിന്നാണ് ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചത്. ഫുഡ് നല്ല രീതിയിലുള്ള മന്തിയും ഒക്കെ നല്ല രീതിയിൽ അടിച്ച് കയറ്റിയിട്ട് ഇരിക്കണതാണ്. അപ്പോൾ അവരുടെ വീടും കാര്യങ്ങളും അതിൻ്റെ ബാക്കിലൊക്കെയാണ്. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പയ്യനെ പുറത്തേക്ക് ഇറങ്ങാം. നമുക്ക് ഈ ഒരു സൈഡ് വഴി പുറത്തേക്ക് ഇറങ്ങാം. അപ്പോൾ നമ്മുടെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ ഇവിടെ കിടക്കണം. അപ്പോൾ ഇവിടെ ബാങ്ക് ബ്രോസ് കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞത് ബാങ്ക് ബ്രോസും കൊണ്ട് പോകും. അവർ ഈ കിങ് ബുള്ളും ബ്രദേഴ്സും കൊണ്ട് പുറകെ വന്നോളാന്ന് പറയണം. അപ്പോൾ ഈ ബാങ്ക് ബ്രോസ് ആണെന്നുണ്ടെങ്കിൽ അറിഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവർ ഈ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടില്ല. അതായത് നമ്മുടെ ബാങ്ക് ബ്രോസ് കൊണ്ട് വന്ന മച്ചാൻ ഇപ്പോൾ ഇങ്ങോട്ട് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് എന്തായാലും ഇവിടുന്ന് പയ്യനെ പോവാം. അവരവിടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിച്ചിട്ട് ഇവിടെ ആളും കയറിയിട്ടുണ്ട്. നമുക്കിവിടെ ജസ്റ്റ് പോയാൽ മാത്രം മതി. അപ്പോൾ ഇനി ചേറുവിനെ അവിടെ ഇറക്കിക്കോളാമെന്നാണ് പറഞ്ഞേക്കണത്. അപ്പോൾ നമുക്കിനി എന്തായാലും നമുക്ക് അവിടെ എത്തിയതിന് ശേഷം കാണാം. അപ്പോൾ കഴിച്ച് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മുടെ ഈ ഫ്ലാറ്റിൻ്റെ ഫ്രണ്ടിലും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും നമ്മുടെ നേരത്തെ നമ്മുടെ ബ്രദേഴ്സ് ഇട്ട സ്ഥലത്തേക്ക് നമുക്ക് ഈ ഒരു വണ്ടിയും കാര്യങ്ങളും ഒതുക്കിയിടാം. എന്തായാലും അവരൊക്കെ ഇറങ്ങിക്കോളും. നമുക്കിനി എന്തായാലും വണ്ടി ഇവിടെ ഒതുക്കിയിട്ടാണെങ്കിൽ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ എടുക്കണം. അപ്പോൾ അങ്ങനെ നമുക്കിനി നേരെ എന്തായാലും അങ്ങനെ കാണാം. അപ്പോൾ ഗൈസ് ഞാനാണെന്നുണ്ടെങ്കിൽ ഇവിടെ ആൾക്കാരും കാര്യങ്ങളൊക്കെ ഇറക്കി വിട്ടിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പേയ്മെൻറ്റിൻ്റെ വേണ്ടിയിട്ടാണ് ഇവിടെ നിൽക്കണത്. പിന്നെ ഗൈസ് വേറൊരു കേസ് കൂടി പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോയിൽ കുറേ രീതിയിലുള്ള തെറ്റും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ജസ്റ്റ് ശ്രമിക്കുക. അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ തന്നെയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് എല്ലാവർക്കും വിചാരിക്കണം. അപ്പോൾ എല്ലാവരും ലൈക്ക് ചെയ്യുക. എന്താ വെച്ചാൽ നമ്മൾ കുറേ കാലത്തിന് ശേഷം ചെയ്യുന്നതുകൊണ്ട് കുറച്ച് പരിമിതികളൊക്കെ ഉണ്ട് ഇതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും അത്യാവശ്യം ഒരു 10 മിനിറ്റിൻ്റെ അടുത്ത് ഒരു വീഡിയോ കാര്യം ഉണ്ടാവും. അപ്പോൾ ഇത്ര നേരം കണ്ടിരുന്ന എല്ലാ മച്ചാന്മാർക്കും ഒരുപാട് നന്ദിയുണ്ട്.
അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു വീഡിയോ ഇവിടെ ചെൻഡ് ചെയ്യണതാണ്. അപ്പോൾ ഓക്കെ, ബൈ ബൈ, ഗുഡ് ബൈ.